ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് രണ്ട് വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണ്, ഫൈനൽ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ കോവളം ബീച്ചിൻ്റെ ലാസ്റ്റ് സീരീസാണ്. നമ്മൾ ബീച്ചെല്ലാം കണ്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ മെയിനായിട്ട് ഒരു കാര്യം നമ്മൾ എന്തായാലും കാണിക്കണമല്ലോ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വേറെ ഒന്നല്ല, നല്ലൊരു ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ ഐറ്റംസ് ഈ ഫിഷുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ നോക്കിയപ്പോൾ എല്ലാത്തിനും മുടിഞ്ഞ വില. നമ്മൾ വീട്ടിൽ വയ്ക്കുന്നതിനേക്കാളും കൂടുതൽ വിലയായിരിക്കും കേട്ടോ. അത് കേട്ടതോടെ നമ്മളെ ഗ്യാസ് പോയി. പിന്നെ നമ്മൾ വേറെ ഒരു കടയിലാണ് കയറിയത്. ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന അവിടെ പ്ലേറ്റിന് വേണ്ടി ഒരു മലപ്പിടുത്തം നടത്തുന്നതാണ് കേട്ടോ. അപ്പൊ പ്ലേറ്റ് ആണെങ്കിൽ നല്ല ചൂടായിരുന്നു. അപ്പൊ അതിന് വേണ്ടി മലപ്പിടുത്തായിരുന്നു രണ്ടുപേരും. അങ്ങനെ അവന് ഞാൻ പിന്നെ ഈ കഴുത്തിൽ ഇതും കെട്ടി വെച്ച് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ കുറച്ചു നേരം മിണ്ടാതിരിക്കും. ഫുഡ് കഴിക്കാനാണ് ഇരിക്കണേന്ന് അവന് മനസ്സിലാവും. പക്ഷെ അത് ഊരിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ചട്ടമ്പിയായി. ചട്ടമ്പി പിന്നെ ഒതുങ്ങിയിരിക്കൂല, 5 മിനിറ്റ് ഇരിക്കൂല, വീണ്ടും തുടങ്ങും ചട്ടമ്പി തരം. അങ്ങനെ കുറച്ചു നേരമൊക്കെ അടങ്ങി ഒതുങ്ങി ഇരിക്കെങ്കിലും പിന്നെയും വിശപ്പിന്റെ വിളി വന്ന് അതൊക്കെ ഊരിക്കളഞ്ഞിട്ടാ പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ട് പിന്നെയും കെട്ടാനൊക്കെ നോക്കി. അങ്ങനെ ഒരു ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വന്നിരുന്നപ്പോൾ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് സ്റ്റാർട്ടറാണ്. ഫസ്റ്റ് ടൈം നമ്മളൊരു സ്റ്റാർട്ടർ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹണി ചില്ലി ഒരു സ്റ്റാർട്ടറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അവനാണ് ഈ വീഡിയോ എടുക്കുന്നതിന് സന്തോഷത്തിലായിട്ട് കൈയിട്ട് അടിയായിരുന്നു. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഡിമ്പ് കൂടുതലുണ്ട്, അതാണ്ട് ഈ കാണിക്കണതല്ല. അപ്പം നമുക്ക് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു 10-8 റേറ്റിംഗ് നമുക്ക് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം എരിവും പുളിയും ഒക്കെ ഉള്ള മധുരവും എല്ലാം ഉണ്ട്. അപ്പം അത് കുറച്ചു നേരം അത് കഴിച്ചിട്ട വിശപ്പിൻ്റെ ഒരു ഇതിൽ ഇതെല്ലാം കഴിച്ച് അയാനും കൊടുത്തിട്ടോ. അവനും ഒത്തിരി ഇഷ്ടമായി. കുറച്ചൊന്നും പക്ഷെ കഴിച്ചുള്ളൂ, മധുരമുള്ള കാരണം, ഹണിയായ കാരണം. പിന്നെ ഹസ്ബൻഡ് പിന്നെ മന്തിയാണ് കേട്ടോ വാങ്ങിച്ചത്. മന്തി മതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിക്കിള് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അത് കഴിച്ച പിന്നെ എനിക്കും വീട്ടിലത് ഉണ്ടാക്കണം എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. അത് നമ്മുടെ ഡേറ്റ്സ് വെച്ചിട്ടുള്ള പിക്കിളാണ്, അത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നോക്കുമ്പോൾ അത് കഴിച്ചിരിക്കുന്ന സമയത്ത് അവന് രണ്ടപ്പം ഞാൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം അതും കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം അങ്ങനെ അതും കൊടുത്ത് എനിക്ക് പിന്നെ ലാസ്റ്റ് കഴിക്കാനേ പറ്റുള്ളൂ. മന്തി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത് എനിക്ക് മന്തി മതി, എനിക്ക് ബാക്കി റൈസ് നീ വേണേ കഴിച്ചോ, എനിക്ക് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ആ മന്തി ഞാൻ തന്നെ കഴിച്ചിട്ടാ. കുറച്ചെന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ചിക്കൻ ചില്ലിയും വാങ്ങിച്ചിട്ടാ. അങ്ങനെ അതും കൂട്ടി കഴിച്ച്. ചിക്കൻ പീസ് 4-5 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതും കഴിച്ച് അങ്ങനെ പിന്നെ നമ്മൾ വരുന്ന പറഞ്ഞ് നമ്മൾ സൈഡായിട്ടാ. നോക്കുമ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നു. ഒരുവിധമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ പയ്യെ വീട്ടിലോട്ട് പോയി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.